അതായത് ഇവിടെ വിജയനഗര എംപയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാം. ഇപ്പോൾ വിജയനഗര എംപയർ ഇവിടുത്തെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എംപയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. 3 സെഞ്ച്വറീസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ എംപയർ ആയിരുന്നു. ഏതാ കാലഘട്ടം? 1565 ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാപിറ്റൽ സിറ്റി ആണല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലുള്ള പല പല സ്ട്രക്ചേഴ്സ്, ആ ഒരു കാലഘട്ടത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചറും ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ശേഷിപ്പുകൾ. ഇതിപ്പോൾ നമ്മളിവിടെ നിന്ന് എന്താ കാണുന്നതെന്ന് വെച്ചാൽ ആ ഫെറിയിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇതുപോലെ 100 കണക്കിന് ഇതേപോലത്തെ സംഭവങ്ങൾ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കണ്ടു കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ പല പല സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളായിരിക്കണം. ഫുൾ ഓഫ് ഹിസ്റ്ററി, ലാൻഡ് ഓഫ് ഹിസ്റ്ററി. അടിപൊളി. നമ്മൾ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് ഓരോ പോയിന്റ് ടു പോയിന്റ് പോകുന്നതിനേക്കാൾ നമ്മൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് നടന്നൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഒരുപാട് കാണുന്നത് കേട്ടോ. അവരവിടെ ഹിസ്റ്ററി വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.